ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഈ ഓട്ടോറിക്ഷയിൽ നമ്മൾ വയനാടൊക്കെ ട്രിപ്പ് അടിക്കാൻ പോകും കേട്ടോ. ഓട്ടോറിക്ഷ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാന്ന് ഇങ്ങനെ ചെറിയൊരു ധാരണ ഉണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയായിട്ട് നമ്മൾ വയനാട് ചുരം കയറാൻ പോകാം. ഇതങ്ങനെ വയനാട് ചുരം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടോ വയനാട് ചുരത്തിലേക്ക് കയറിയണേ. കാരണം ഞങ്ങൾ ഇതിന് മുന്നുള്ള ഓട്ടങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. വയനാട് ചുരം മുതൽ എടുക്കാൻ തിരിച്ചിട്ടാണ്. അങ്ങനെ ചുരം ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ വയനാട് ചുരം ഇങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ. കാരണം ചെറിയ വണ്ടി ഉണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്പേസ് ഉണ്ടാവും വണ്ടി സൈഡാക്കാനും. ബസ്സിൻ്റെ മാതിരി അല്ലല്ലോ, വലിയ വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സൈഡാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് നമ്മളെ ചെറിയ വണ്ടിയല്ലേ, നമുക്ക് ഇഷ്ടമുള്ളൊരു സൈഡാക്കുക, സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. വയനാട് ചുരം ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു 5:30ക്കാണ് ഇറങ്ങിയത്. ചുരം കയറുമ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് ചുരം കയറുമ്പോൾ. നല്ല അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. നല്ല വൈബാണ് മുകളിൽ നിന്ന്. ആദ്യമായിട്ടാണ് ഓട്ടോയിൽ ഒരു വയനാട് യാത്ര കേട്ടോ. ഒരുപാട് വട്ടം പോയിട്ടുണ്ട് ബസ്സിലും കാറിലൊക്കെ ആയിട്ട്, പക്ഷേ ഓട്ടോയിൽ ആദ്യമായിട്ടാണ്. പക്ഷെ രാവിലത്തെ ആ ഒരു വൈബുണ്ടല്ലോ, നല്ലൊരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. നല്ല മഞ്ഞും നല്ല തണുപ്പും ആ ഒരു പ്രകൃതി, ആ രാവിലെ ആ സൂര്യൻ്റെ ഉദിപ്പൊക്കെ ആയിട്ട് നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ്. നമ്മൾ കുറച്ചൊരു വണ്ടി സൈഡാക്കിയിട്ട് പല സ്ഥലത്തും ഇങ്ങനെ സൈഡാക്കിയിട്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് പിന്നെ യാത്ര തുടങ്ങി. വീണ്ടും നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം ഒരുപാട് കയറി ഇങ്ങനെ അത്യാവശ്യം മുകളിൽ എത്തിയിട്ടില്ല. പോണ വഴിയിൽ നമ്മൾ ഓരോ സൈഡൊക്കെ ഇങ്ങനെ സൈഡാക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോകാനാണ്. പക്ഷെ രാവിലെ ആയതുകൊണ്ടാണ് അറിയില്ല, ചുരം വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഫ്രീ ആണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം ഒതുക്കി കൊടുക്കും. കാരണം നമുക്ക് വിഷയമല്ല, വലിയ വണ്ടിക്കാണല്ലോ ഭയങ്കര പ്രയാസം കയറ്റം കയറാനൊക്കെ. എന്നാലും നല്ലൊരു കാലാവസ്ഥയാണ് നമ്മൾ പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ സൈഡാക്കിയിട്ടാണ് നേരെ നോക്കുമ്പോൾ നല്ല മലകളൊക്കെ കാണുന്നുണ്ട്. ആ മലകളൊക്കെ നമ്മൾ കയറി പോകാനുള്ളതാണ്. ചുരം വഴി കയറി ആ മലകളൊക്കെ കടന്ന് നമ്മൾ അങ്ങോട്ട് എത്തും. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഓരോ ദൂരത്ത് അങ്ങ് അകലെ കാണാം. നമുക്ക് ഒരുപാട് ചുരത്തിൻ്റെ സൈഡാണ് കാണുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു രൂപമായിട്ടേ കാണുള്ളൂ. അത്യാവശ്യം രാവിലത്തെ നല്ലൊരു വെയിലും ആ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത്. വയനാട് പോകണമെന്ന് കുറേ ആഗ്രഹിക്കണം ഓട്ടോ ആയിട്ട്. എന്നാൽ ഇന്ന് സഫലായി. കുടുംബസംഗമം വൈനന്മാർ ചാടിച്ചേ തല വേണ്ടല്ലോ മോനെ, അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. അത് വേണ്ട, അത് വേണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ ഇല്ലേ കാറിന് പേരിട്ട് കേറിയോ? ആ കാറിന് പണിയോ അല്ല നിങ്ങളിപ്പോ തല നോക്കി കഴിയപ്പോന്ന് എടാ വീണോ ഓടോ, മെല്ലെ ഇറങ്ങിക്കടോ. അല്ല മൊയ്തീനെ, പിന്നെ ഇജി സുക്കൂർ എവിടെ പോയി? സുക്കൂറ് ഇവിടെ ഉണ്ടോ? അല്ല ചായ കുടിച്ചങ്ങള് മോൻ ഈ ചായ കുടിച്ചോ? ആ സ്റ്റോറി അല്ലാടാ ജി. അത് ശരി, അത് ചോറിയാ. ഇന്ന് പണിക്കോയില്ല? ഇന്ന് പണിക്കോയില്ല? അതോ പോയി ഇന്ന് പണിക്കോയില്ല? ഇന്ന് ഊരില്ലടാ, അത് ഊരല്ലേ ആ ഊരില്ലട്ടോ. നല്ല കിട്ടി പോണിക്ക് നല്ല ഭംഗിയുള്ള ആൾക്കാരാണല്ലേ. ഇതാണ് കൊരങ്ങന്റെ കുടുംബസംഘം. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഏകദേശം മുകളിലെത്തി. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഉച്ച ഒരു 1 മണി 1:30 അങ്ങനെ സമയത്താണ് ഭക്ഷണം കഴിച്ചിങ്ങനെ കുറച്ച് ഫ്രീ ആയി. ഈ നാട്ടിലൊക്കെ പിടിക്കാനുള്ള പരിപാടിയാണ്. കുറച്ചും കൂടി ഇവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കുറേ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ കണ്ട് ആസ്വദിക്കാൻ അങ്ങനെ നാട്ടിലേക്ക് പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വയനാട്ടിലേക്കുള്ള ചുരം കയറിയൊരു യാത്ര കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.